വെൽക്കം പ്രിയപ്പെട്ടവരെ, വചനധാരയുടെ 3-ാമത്തെ എപ്പിസോഡിലേക്ക്. വചനധാരയിൽ നമ്മൾ ഡെയിലി ബൈബിളിലെ കുറച്ച് പോർഷൻസ് വായിക്കും. എസ്പെഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സുവിശേഷങ്ങളിൽ നിന്നാണ്. കാരണം ഈശോ ആണല്ലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം. അതുകൊണ്ട് മാത്യുവിൻ്റെ ഗോസ്പൽ ചാപ്റ്റർ 1 തൊട്ട് നമ്മൾ വായിക്കുന്നു. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്: കുറച്ച് വചനഭാഗം വായിക്കും, അതിനെ പറ്റിയുള്ള റിഫ്ലക്ഷൻസ് ഷെയർ ചെയ്യും. പല ബൈബിൾ കമൻട്രീസ് ബേസ്ഡ് ആയിട്ടാണ് റിഫ്ലക്ഷൻസ് എങ്കിലും കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, പേഴ്സണൽ ജേർണിയിൽ ഇന്ന് ഈശോ നമ്മളോട് എന്ത് സംസാരിക്കുന്നു, അതാണ് ഓരോ ദിവസവും ഞാൻ ഫോക്കസ് ചെയ്തിട്ട് ആഗ്രഹിക്കുന്നത്. സോ താങ്ക് യു ഫോർ ജോയിനിങ് മീ ടുഡേ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഐ സജസ്റ്റ് ദാറ്റ് നിങ്ങളെല്ലാവരും ബൈബിൾ എടുക്കുക, ഒരുമിച്ച് എന്നിട്ട് ബൈബിൾ തുറന്ന് ഈ പോർഷൻസ് വായിക്കുക എന്നുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. നമ്മൾ ഈ ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്റർ, മാത്യുവിൻ്റെ ഗോസ്പലിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം എനിക്ക് ഒന്നുകൂടെ ആഡ് ചെയ്യാനായിട്ട്, നമ്മൾ 3-ാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോഴേക്കും ആഡ് ചെയ്യാനായിട്ട് തോന്നുന്നൊരു കാര്യം, ഈ ഒരു പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാത്യു ഗോസ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈശോ ഒരു പ്രോമിസിൻ്റെ ഫുൾഫിൽമെൻ്റ് ആണ് ഈശോ എന്ന രീതിയിൽ നമുക്ക് കാണാം. അതായത് പുതിയ നിയമം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന വചനം മാത്യുവിൻ്റെ ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 1 തന്നെ പറയുന്നത്, അബ്രഹാത്തിന്റെ പുത്രനും ദാവീദിന്റെ പുത്രനുമായ യേശുക്രിസ്തുവിന്റെ ഉദ്ഭവ ചരിത്ര ഗ്രന്ഥം. ഇങ്ങനെയാണ് ചാപ്റ്റർ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വായിക്കുന്ന ചാപ്റ്റർ 2 ആണ്. പക്ഷെ ചാപ്റ്റർ 1 ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. അതാണ് ഈ പഴയ നിയമം കഴിഞ്ഞ് പുതിയ നിയമം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ വചനം അബ്രഹാത്തിന്റെ മകനും ദാവീദിന്റെ മകനും എന്ന രീതിയിൽ ഈശോയെ റെഫർ ചെയ്യുന്നു. അബ്രഹാത്തിന്റെ പുത്രനും ദാവീദിന്റെ പുത്രനും എന്നാണ് ഈശോ റെഫർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തിനകത്ത് കർത്താവ് ഒരു പ്രോമിസ് അബ്രഹാമിന് കൊടുക്കുന്നുണ്ട്. നിന്റെ സന്തതി വഴി ഭൂമിയിലുള്ള എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും. അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോമിസ് കർത്താവ് ആദ്യം എബ്രഹാമിന് കൊടുക്കുന്നു. പിന്നെ നമുക്ക് കിങ് ഡേവിഡിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് എത്തുമ്പോൾ കാണാം, കിങ് ഡേവിഡിനോടും പറയുന്നതാണ്, ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കാനായിട്ട് നിനക്കൊരു ഡിസെൻഡന്റ് എപ്പോഴും ഉണ്ടായിരിക്കും. ഇതാണ് ദൈവം ഡേവിഡിന് കൊടുക്കുന്ന പ്രോമിസ്. അപ്പൊ എബ്രഹാമിനൊരു പ്രോമിസ് കൊടുക്കുന്നു, അതുപോലെ ഡേവിഡിന് വേറൊരു പ്രോമിസ് കൊടുക്കുന്നു. രണ്ടുപേർക്കും കൊടുക്കുന്ന പ്രോമിസ് ഒത്തിരി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു പ്രോമിസാണ്. അന്ന് അവരുടെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല, പിന്നെ അങ്ങോട്ട് അനേകം വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നൊരു പ്രോമിസ് അവർക്ക് കൊടുത്തത്. ഈ പ്രോമിസുകൾ അവരൊക്കെ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് കാണാൻ പറ്റിയില്ല, കാരണം ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ പഴയ നിയമം കഴിഞ്ഞ് പുതിയ നിയമം തുടങ്ങുമ്പോൾ കർത്താവ് ബിഗിൻ ചെയ്യുന്നത് ആ പ്രോമിസിന്റെ ഫുൾഫിൽമെന്റ് ആണ്. കാരണം ആ പ്രോമിസുകളുടെ ഫുൾഫിൽമെന്റ് യേശു എന്ന വ്യക്തിയായിരുന്നു. അബ്രഹാത്തിനോട് പറഞ്ഞു, നിന്റെ സന്തതി വഴി ലോകത്തിലുള്ള എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞത് ഈശോ എന്ന വ്യക്തിയെ പറ്റിയാണ്. അതുപോലെ ഡേവിഡിനോട്, നിന്റെ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ നിനക്കൊരു പുത്രൻ, നിന്റെ ഒരു സന്തതി ഒരിക്കലും അവസാനിക്കത്തില്ല. അതായത് നിലനിൽക്കുന്ന പെർപ്പച്വൽ ആയിട്ടുള്ള ഒരു കിങ്ഷിപ്പ് കർത്താവ് ഡേവിഡിന് പ്രോമിസ് ചെയ്തു. അപ്പൊ അത് രണ്ടും, ആ പ്രോമിസസ് ഒത്തിരി സെഞ്ചുറീസ് കഴിഞ്ഞു, ഈവൻ എന്താ പറയുക, സഹസ്രാബ്ദം എന്ന് പറയുന്നത് അല്ലേ, 1000 years കഴിഞ്ഞിട്ടും ആ പ്രോമിസ് കർത്താവ് ഫുൾഫിൽ ചെയ്യുവാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ ഈ വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് ഇൻവൈറ്റ് ചെയ്യുന്നു, നിങ്ങൾ ഓരോരുത്തർ ഇൻവൈറ്റ് ചെയ്യുന്നത് ഈ ഒരു തോട്ടിലാണ് ആദ്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. അതായത് കർത്താവ് നമുക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നടക്കാതെ പോവുകയില്ല. ചിലപ്പോൾ നമുക്ക് സാഹചര്യങ്ങൾ കണ്ട് ഇതെപ്പോൾ നടക്കും നമുക്ക് മനസ്സിലാകത്തില്ലായിരിക്കും. എന്നാലും കർത്താവ് ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ, എത്ര ഡിലേ വന്നാലും നടന്നിരിക്കും. സോ നമുക്ക് ആ ഒരു പ്രത്യാശയിൽ, ഒരിക്കലും മാറാത്ത വചനമുള്ള ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതാണ് ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ധൈര്യം, നമ്മുടെ ഒരു റെഫ്യൂജ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി 2-ാമത്തെ അധ്യായം വായിച്ചു തുടങ്ങാം. മത്തായിയുടെ സുവിശേഷം അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ. ഹെറോദ്യസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? കാരണം ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ കുറച്ചും കൂടെ ക്ലോസ് റീഡിങ് ആണ് വചനത്തിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒത്തിരി പേര്, നിങ്ങളിൽ തന്നെ ഒത്തിരി പേര് ഇങ്ങനെ സജഷൻ തന്നായിരുന്നു, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ വചനവും എടുത്ത്, പറ്റുവാണെങ്കിൽ ഓരോ വാക്കും എടുത്ത് അങ്ങനെ ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ക്ലോസ് റീഡിങ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് മാത്യു ഡയറക്ട്ലി ഈശോയുടെ ജീനിയോളജി പറഞ്ഞു.
പിന്നെ ജോസഫിൻ്റെയും മേരിയുടെയും കാര്യങ്ങൾ പറഞ്ഞ് ബർത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി. സെക്കൻഡ് ചാപ്റ്റർ ആകുമ്പോഴാണ് വേറൊരു കോണ്ടെക്സ്റ്റ്. ഫസ്റ്റ് ചാപ്റ്ററിൽ മാത്യു കൊടുക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഒരു സ്പിരിച്വൽ കോണ്ടെക്സ്റ്റ് ആണ്. എബ്രഹാം, ഡേവിഡ്, അങ്ങനെ ഒരു ജൂയിഷ് ഒരു കോണ്ടെക്സ്റ്റിൽ ഈശോ പ്ലേസ് ചെയ്തു. പിന്നെ ദൈവപുത്രനാണ്, അല്ലെങ്കിൽ റോയൽറ്റി, ദാവീദിൻ്റെ ആ ഒരു കിങ്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ ദൈവമാണ്, പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഉൾഗർഭം ധരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവൽ, അങ്ങനെ പറഞ്ഞാണ് ഫസ്റ്റ് ചാപ്റ്റർ പോകുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള വേറൊരു ഒരു ഒരു അത് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും ഒരു യഹൂദനായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ജനിച്ചവർക്ക് മാത്രമേ ഫസ്റ്റ് ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം. മാത്യു ഗോസ്പൽ എഴുതിയിരിക്കുന്നത് ജ്യൂസിന് വേണ്ടിയിട്ടാണ്, യഹൂദർക്ക് വേണ്ടി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഫസ്റ്റ് ചാപ്റ്ററിന് അങ്ങനെ വളരെ റെലവൻസ് ഉണ്ട്. സെക്കൻഡ് ചാപ്റ്റർ വരുമ്പോൾ കുറച്ചും കൂടി ഹിസ്റ്റോറിക്കലി പ്ലേസ് ചെയ്യുവാണ്, ആരാണ് അപ്പോൾ അവിടെ റൂൾ ചെയ്തത് എന്ന്. മാത്രമല്ല ഈ ജൂയിഷ് പാരമ്പര്യത്തിൽ നിന്നൊന്ന് മാറി അപ്പോഴത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പറയുന്നു എന്ന് മാത്രമല്ല വേറെ കുറച്ച് ആൾക്കാരെയും കൂടെ ആ പിക്ചറിലേക്ക് കൊണ്ടുവരുവാണ്. ജ്യൂസ് അല്ലാത്ത വിജാതീയരെയും കൂടെ ശരിക്കും പറഞ്ഞാൽ യേശു നമുക്ക് നേടിത്തന്ന ദൈവരാജ്യത്തിനകത്ത് എല്ലാവർക്കും റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്നല്ല, എല്ലാവർക്കും ഇൻക്ലൂഷൻ ഉണ്ട്. എല്ലാ മനുഷ്യരെയും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണല്ലോ ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെപ്ലിക്ക എന്നുള്ള രീതിയിൽ മജായ് രാജാക്കന്മാർ വന്ന് ഈശോ ആരാധിക്കുന്നു, ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ വായിക്കുന്നു. അപ്പോൾ എല്ലാവരുടെ ഒരു ഇൻക്ലൂസീവ് ഒരു പിക്ചറിലേക്ക് യഹൂദയുടെ ഫോക്കസിൽ നിന്ന് മാറ്റി എല്ലാവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുവാണ് ഇവിടെ മാത്യു സെക്കൻഡ് ചാപ്റ്ററിൽ. ഓക്കെ, അപ്പം ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ ഹെറോദസ് രാജാവായ കാലത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഹെറോദസിന് പ്രത്യേകം വെച്ചാൽ ഈ ഹെറോദസ് രാജാവാകുന്നത് ശരിക്കും നമ്മൾ നേരത്തെ കേട്ടു ഡേവിഡിൻ്റെ ജീനിയോളജിയിൽ ആണ് ശരിക്കും മസായ വരുന്നത്. ദാവീദിന് ഒരു മകൻ രാജ്യത്വത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തില്ലെന്നാണ് ദൈവം ദാവീദിനോട് കൊടുക്കുന്ന പ്രോമിസ്. പക്ഷെ ഈ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത്? റോമിൻ്റെ കീഴിലാണ് യഹൂദരെന്ന് മാത്രമല്ല, അവരുടെ ഡയറക്റ്റായിട്ട് അപ്പോൾ രാജാവായിട്ടിരിക്കുന്ന ഹെറോദസ് എന്ന് പറയുന്നത് ഒരു ജൂ അല്ല, ഒരു യഹൂദനല്ല. യഹൂദനല്ലാത്ത ഒരാൾക്ക് റോമൻസ് അയാളൊരു കിങ് ആയിട്ട് അവിടെ കീപ്പ് ചെയ്തേക്കുവാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റാണ് ഹെറോദസ്. അപ്പോൾ ഹെറോദസിനെ പ്രത്യേകം ഹെറോദസ് യഹൂദയുടെ രാജാവായിട്ട് ഇരിക്കുമ്പോൾ പുള്ളിക്കാരൻ യഹൂദനല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. സ്വന്തമായിട്ട് ഓൺ ചെയ്തിട്ടുള്ള ഒരു രാജ്യം അല്ലല്ലോ ഇത്, ഒരു തരത്തിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ കൊണ്ട് നേടിയെടുത്തിരിക്കുന്ന ഒരു രാജ്യത്വമാണ്. അപ്പോൾ ഒരു ഷേക്കി ആയിട്ടുള്ളൊരു രാജ്യത്വമാണ് ഹെറോദസ് ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഇൻസെക്യൂരിറ്റിയും പിന്നെ നമ്മൾ കാണുന്ന കൂട്ടക്കൊലയ്ക്കൊക്കെ ഉള്ളൊരു കഠിന ഹൃദയത്തിലേക്ക് ഹെറോദസ് പോകുന്നതും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിപ്പോൾ വായിക്കുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ജ്ഞാനികൾ ജെറുസലേമിലെത്തി നമ്മളിവിടെ വായിക്കുന്നു. പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ, നമ്മൾ അവരെ കൂടുതലായിട്ടും പിക്ചറൈസ് ചെയ്ത് കാണുന്നത് രാജാക്കന്മാരായിട്ടാണ് അല്ലേ. അതിന് ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ പിന്നെ കാണും രാജാക്കന്മാർ ദൈവത്തെ അന്വേഷിച്ചു വരുന്നതായിട്ടൊക്കെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫുൾഫിൽമെൻ്റ് ആയിട്ടും കൂടെ നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അവരെന്തായാലും വന്ന് രാജകൊട്ടാരത്തിൽ വന്ന് അന്വേഷിക്കുകയാണ് യഹൂദന്മാരുടെ രാജാവിനെ പറ്റി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? കാരണം ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെറോദസ് രാജാവ് അസ്വസ്ഥനായി, അവനോടൊപ്പം ജെറുസലേം മുഴുവനും. അവൻ സകല പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് എന്ന് അന്വേഷിച്ചു. ഇവിടെ പിന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, ഹെറോദസ് രാജാവ് അസ്വസ്ഥനായി. ഒരു രാജാവ് എന്ന രീതിയിൽ ഒരു കിങ് ഉണ്ടാവുമെന്ന് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ചും തൻ്റെ കൊട്ടാരത്തിൽ അപ്പോൾ ഒരു കുഞ്ഞുണ്ടായിട്ടില്ലെങ്കിൽ വേറെ എവിടെ ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു എന്നുള്ള ചിന്ത വരണം. അപ്പം പ്രത്യേകിച്ചും ഹെറോദസ് ഒരു രാജത്വ വംശത്തിൽ ഉള്ള ആളല്ലാത്തത് കൊണ്ടും തൻ്റെ തന്നെ ഒരു കുഞ്ഞ് ഉടനെ രാജാവാകാനില്ല എന്ന് കണ്ടിട്ടും അതാണ് ഇൻസെക്യൂരിറ്റിയുടെ ഒരു കാര്യം, അസ്വസ്ഥനാകാൻ ഒരു കാര്യം. എന്ന് മാത്രമല്ല, തൻ്റെ രാജ്യത്വത്തിന് തടസ്സമായിട്ട് സ്വന്തം ഭാര്യയും പിള്ളേരും നിൽക്കുന്നത് കണ്ടപ്പോൾ അവരെയും പോലും കൊല്ലാനായിട്ടുള്ള ഒരു കഠിന മനസ്കത ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഹെറോദസ്. ആ ഹെറോദസിന് മുമ്പിലാണ് ഇവർ രാജാവ് എവിടെയെന്ന് പറഞ്ഞ് അന്വേഷിച്ചു വരുന്നത്. പിന്നെ ഇവരെ പറ്റി വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ മജായ് എന്ന് പറയുന്ന ജ്ഞാനികളെ പറ്റി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പൗരസ്ത്യ ദേശത്തു നിന്ന് വരുന്നു, ഒരു അറേബ്യയിൽ നിന്നോ പേർഷ്യയിൽ നിന്നോ ആയിരിക്കാം എന്ന് നമ്മൾ വായിക്കും. അതുപോലെ തന്നെ
പഴയ നിയമത്തിനകത്ത് ഇസ്രായേൽക്കാരെ കേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലാമിനെ വിളിച്ചു കൊണ്ടുവന്ന് ബാലാക്ക് അവരെ കേഴ്സ് ചെയ്യാനായിട്ട് പറയുമ്പോൾ, ബിക്കോസ് ഹി വാസ് ഓൾസോ പ്രോഫറ്റ്, ബാലാം പറയുന്നതൊക്കെ ഒരു നക്ഷത്രം ഉദിക്കും എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ ബ്ലസ് ചെയ്യുന്ന വചനങ്ങൾ മാത്രമാണ് പുള്ളിക്ക് പറയാനുണ്ടായിരുന്നത്. ബാലാം ഒരു വിജാതീയ ഒരു പുരോഹിതനാണെന്ന് പറയാനുണ്ടായിരുന്നു. അപ്പോൾ ആ വചനങ്ങളൊക്കെ തന്നെ ബേസ്ഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ആ പാരമ്പര്യങ്ങളിൽ വിജാതിയരുടെ ഇടയിലുണ്ടായിരുന്ന ആ പാരമ്പര്യങ്ങളിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും വ്യക്തികളായിരിക്കാം ഈ ജ്ഞാനികളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജ്ഞാനികൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ജ്ഞാനത്തിന് രണ്ട് സൈഡുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ വിസ്ഡമാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ കർത്താവ് മാത്രം അല്ലെങ്കിൽ കർത്താവിന് മാത്രം വെളിപ്പെടുത്തി തരാൻ പറ്റുന്ന വിസ്ഡം, അത് ദൈവികമായ ജ്ഞാനമാണ്, തിയോളജിക്കലായിട്ടുള്ളൊരു ജ്ഞാനമാണ്. അത് മാത്രമല്ല, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള വിസ്ഡമുണ്ട്. നമ്മൾ ചുറ്റും നമ്മുടെ സയൻസിൻ്റെ പ്രോഗ്രസ് വഴി, നേച്ചറിൽ കാണുന്ന കാര്യങ്ങൾ വഴിയൊക്കെ അക്വയർ ചെയ്യുന്ന ജ്ഞാനമുണ്ട്. ഇത് രണ്ടുമുണ്ട്. നമ്മൾ ചേർച്ച് വചനം ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോഴും സ്പിരിച്വൽ ട്രൂത്ത്സിനെയൊക്കെ ഡിസേൺ ചെയ്യുമ്പോഴും ഇത് രണ്ടും ഒരേപോലെ നമ്മൾ യൂസ് ചെയ്യും. കാരണം നമ്മൾ ബോഡിയുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സുമാണ്, ആത്മാവുള്ള സൂപ്പർ നാച്ചുറൽ റെലമിലേക്ക് തുറന്നിരിക്കുന്ന മനസ്സും ആത്മാവും ഉള്ളവരാണ്. അതുകൊണ്ട് രണ്ടും നമുക്ക് ആവശ്യമാണ് ദൈവഹിതം അനുസരിച്ച് ഈ ലോകത്ത് ജീവിക്കാൻ, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ജ്ഞാനികൾ നോർമലായിട്ട് ദൈവത്തെ സെൻസ് ചെയ്യാത്ത മനുഷ്യരല്ല. വേറെ വിജാതീയ മതങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്നവരും വിജാതീയരായിരുന്നിട്ടും അവർ ദൈവത്തോടൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്ന വ്യക്തികളാണ്. സോ ദേ വർ ഏബിൾ ടു ഡിസേൺ ദാറ്റ് ദൈവം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഒരു ലോക ചരിത്രത്തിൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ളൊരു പേഴ്സൺ ലോകത്ത് ജനിച്ചിരിക്കുന്നവർക്ക് ഡിസേൺ ചെയ്യാൻ പറ്റി. അങ്ങനെയാണ്. അപ്പോൾ വെറുതെ ഒരു അറിവ് അല്ല അത്. വെറുതെ ഒരു നക്ഷത്രം കണ്ട് അസ്ട്രോളജിക്കലി ഉള്ള വെറുതെ ഒരു നോളജ് അല്ല അത്. പലരും അങ്ങനെയൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. അസ്ട്രോളജി ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടില്ലേ യേശുവിൻ്റെ ജന്മം പോലും നമ്മൾ അങ്ങനെയൊക്കെ അങ്ങനെ അല്ലാതെന്ന് പറയാനുള്ള റീസൺ, അവരുടെ ലൈഫ് ഫുള്ള് എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച്, എത്ര കീ വ്യക്തികളായിരുന്നു അവരുടെ സ്ഥലങ്ങളിലെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ച് ഈ ജനിച്ച ഒരു കൊച്ചു ശിശുവിനെ ആരാധിക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ അവർക്ക് എല്ലാം കൊടുത്ത്, എല്ലാം സറണ്ടർ ചെയ്ത് തങ്ങളുടെ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി അർപ്പിച്ചിട്ടുള്ളൊരു യാത്രയാണ്. കാരണം അന്നത്തെ കാലത്ത് യാത്ര എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷനും ട്രാൻസ്പോർട്ടേഷനും ഇത്രയൊന്നും ഇല്ലാത്തൊരു കാലത്ത് അവർ കൊണ്ടുവരുന്ന ഗിഫ്റ്റ്സും എല്ലാം വളരെ കീ ആയിട്ട് നമ്മളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണും. അങ്ങനെയൊക്കെ കൊണ്ട് അവർ ആ ഒരു യാത്ര അണ്ടർടേക്ക് ചെയ്യുന്നുള്ളത് തന്നെ അവരുടെ ജ്ഞാനം സൂപ്പർ നാച്ചുറലും ആണ്, നാച്ചുറലും ആണ്. നമുക്ക് മനസ്സിലാക്കാം. നാച്ചുറലി വേൾഡിൽ കാണുന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റാറിനെ കണ്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങളും സൂപ്പർ നാച്ചുറലായിട്ട് ദൈവത്തിൻ്റെ ഒരു തേഴ്സ്റ്റ്, ദൈവത്തോടുള്ള ഒരു തുറവി, അത് രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് ഇവർക്ക് ദൈവത്തെ അന്വേഷിച്ചു വരാൻ, കുഞ്ഞായിട്ട് ജനിച്ച ഈശോയെ അന്വേഷിച്ചു വരാൻ, യഹൂദന്മാരുടെ രാജാവിനെ അന്വേഷിച്ചു വരാൻ മനസ്സുണ്ടായത്. വേറൊരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും കാത്തലിക് ചർച്ചിൻ്റെ കോണ്ടെക്സ്റ്റിൽ സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയാണ്, കൗൺസിൽ ഡോക്യുമെൻറ്റ് പ്രമാണരേഖയാണ് ലൂമൻ ജെൻഷ്യം. സഭയെ പറ്റിയുള്ള സഭ ലോകത്തിൻ്റെ പ്രകാശം ലൂമൻ ജെൻഷ്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പല മറ്റു മതങ്ങളിലും ട്രൂത്തിൻ്റെ ഗ്ലിംസസ് കാണാം, ട്രൂത്തിൻ്റെ ചെറിയ അംശങ്ങൾ മറ്റു മതങ്ങളിലും കാണാം. എക്സ്ക്ലൂസീവായിട്ട് കത്തോലിക്ക സഭയാണ് ട്രൂത്ത് ലോകത്തിന് പകർന്നു കൊടുക്കുന്നെങ്കിലും, സഭയാണ് ലോകത്തിൻ്റെ വെളിച്ചമെങ്കിലും അവിടെ ചെറിയ പ്രകാശ കതിരുകൾ ഉണ്ടാകാമെന്ന് സഭ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പ്രകാശ കതിരുകളാണ് ഈ വ്യക്തികളിലൊക്കെ നമ്മൾ കാണുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ ഒരു മോഡേൺ തിയോളജിയൻ, ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം വാറ്റിക്കൻ കൗൺസിലിനെയും ഒത്തിരി സ്വാധീനിച്ചൊരു തിയോളജിയനാണ് കാൾ റാനർ. അപ്പോൾ കാൾ റാനർ പറയുന്ന ഒരു പ്രത്യേകിച്ച് അദ്ദേഹം കോയിൻ ചെയ്തൊരു വേർഡാണ് അനോണിമസ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത്. അതായത് അനോണിമസ് എന്ന് പറയുമ്പോൾ അറിയപ്പെടാത്ത എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, അറിയപ്പെടാതിരിക്കുന്ന ക്രിസ്ത്യാനികൾ, അനോണിമസ് ആയിട്ടുള്ള ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്, ദൈവം ഈശോ ആർക്കൊക്കെ വേണ്ടി മരിച്ചോ, ആർക്കൊക്കെ വേണ്ടി രക്തം ചിന്തിയോ, അവരെല്ലാം ശരിക്കും ക്രിസ്ത്യൻസ് ആണ്. പക്ഷെ അവരറിയുന്നില്ല അവർ ക്രിസ്ത്യൻസ് ആണെന്ന്. അറിയപ്പെടുന്ന ക്രിസ്ത്യാനിറ്റിയുടെ ട്രഡീഷനകത്ത് അവർ വരുന്നില്ലെങ്കിൽ പോലും അവരൊക്കെ ദൈവം അവർക്ക് വേണ്ടി മരിച്ചു, ദൈവം അവരെ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ശരിക്കുള്ള റിയാലിറ്റി, ദോ ദേ ഡു നോട്ട് നോ ദാറ്റ് അല്ലേ. അപ്പം അങ്ങനെ അനോണിമസ് ക്രിസ്ത്യനെ പറ്റിയുള്ള കോൺസെപ്റ്റും നമ്മളിവിടെ ചിന്തിക്കണം. ഈ രാജാക്കന്മാർ, ഇവിടെ നമ്മൾ രാജാക്കന്മാരെന്ന് വായിക്കുന്നില്ല, അത് പിന്നെ ട്രഡീഷണൽ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ജ്ഞാനികൾ എന്നിവിടെ മാത്യു പറയുന്ന ഈ വ്യക്തികൾ 3 പേരൊന്നും അവിടെ പറയുന്നില്ല. ജ്ഞാനികൾ
രാജാവിനെ, യഹൂദന്മാരുടെ രാജാവിനെ അന്വേഷിച്ച് വന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. ഇവരെന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ദൈവമായിട്ട് അറിയപ്പെടാതെ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികളായിരുന്നു. ഓക്കെ, ഹെറോദസ് അസ്വസ്ഥനായി നമ്മൾ കണ്ടു. അവനോടൊപ്പം ജെറുസലേം മുഴുവനും. ഈ ജെറുസലേം മുഴുവൻ എന്ന് പറയുമ്പോൾ ഫാരിസീസും പ്രധാന പുരോഹിതന്മാരും ഒക്കെ ഉണ്ട്. ഇവരാണ് നാളൊരു കാലത്ത് ഈശോയെ കൊല്ലാനായിട്ട് വരുന്നവർ. അപ്പോൾ ഈശോ ജനിക്കുമ്പോഴും അവർക്കൊരു ഹോസ്റ്റൈലായിട്ടുള്ള ഒരു എതിരിടുന്ന ഒരു മനോഭാവം ഈശോയുടെ ജനനം മുതലേ അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ഹിസ് ലൈഫ് അത് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ കാണാം. കാരണം അവരാണ് യേശുവിനെ കൊല്ലാനായിട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ തുടക്കം തൊട്ടേ അവർക്കൊരു എതിർപ്പുണ്ട് കർത്താവിൻ്റെ അടുത്ത്. കർത്താവ് അത് മാനുഷികമെന്ന് നമുക്ക് പറയാം. അതുപോലെ പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ്സിൻ്റെ ആണ് നമുക്ക് കരുതാൻ പറ്റും. പക്ഷെ എന്താണേലും നന്മയും തിന്മയുമുള്ള ഫൈറ്റ് ഒരിക്കലും അവസാനിക്കുന്നില്ല. അതിന് തുടക്കം ഉണ്ടെന്നും പറയാൻ പറ്റില്ല, എൻഡും ഇല്ല. അങ്ങനെയാണത് കാണുന്നത്. ഓക്കെ, യേശുവിൻ്റെ ലൈഫിൽ അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹെറോദസിനെ പറ്റി നമ്മൾ വായിക്കുന്ന 4-ാമത്തെ വചനം, അവൻ സകല പ്രധാന പുരോഹിതന്മാരെയും ജനത്തിന്റെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് അന്വേഷിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് എന്ന് അന്വേഷിച്ചു. ക്രിസ്തു എന്ന് പറയുന്നത് മസായ എന്നുള്ളതാണ്, മിശിഹ എന്നുള്ളതാണ്, രക്ഷകൻ എന്നുള്ളതാണ്. രാജാവ് എന്നുള്ളതിനേക്കാളും ക്രിസ്തു എന്നുള്ള പേരാണ് അവിടെ മാത്യു ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ജ്യൂസിന്റെ രക്ഷകൻ, ജ്യൂസിന്റെ കിങ് എന്ന് പറയുമ്പോൾ, ജ്യൂസിന്റെ ലീഡർഷിപ്പിൽ വരുന്നൊരു വ്യക്തി എന്ന് പറയുമ്പോൾ, ഒരു പൊളിറ്റിക്കൽ ക്യാപ്റ്റിവിറ്റി കിടക്കുന്ന ജനതയ്ക്ക് ഒരു രക്ഷകൻ എന്ന് പറയുമ്പോൾ, രാജാവ് എന്ന് പറയുമ്പോൾ അത് രക്ഷിക്കുന്ന രാജാവായാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ആ കോണ്ടെക്സ്റ്റിനകത്ത് വരുന്നത്. ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് അന്വേഷിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. എന്തെന്നാൽ പ്രവാചകനിലൂടെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. പ്രവാചകനിലൂടെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വായിക്കുന്ന ഭാഗം ബെത്ലഹേമിലാണ് ഈ യഹൂദന്മാരുടെ രാജാവ്, രക്ഷകൻ, ക്രിസ്തു ജനിക്കുന്നത് എന്നുള്ള പ്രോഫസി അവരെടുത്ത് വായിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കാനുള്ളവൻ എന്നാണ് പറയുന്നത്. ഷെപ്പേർഡ് ചെയ്യാനുള്ളവൻ, ഒരു ഇടയനെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഇടയൻ എന്ന് പറയുമ്പോൾ ഹെറോദസ് എന്ന രാജാവ് ഒരു ക്രൂവൽ ഫേസുള്ള രാജാവാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, അതല്ലേ? കഠിന ഹൃദയനായ ഒരു ക്രൂവലായിട്ടുള്ള ഒരു രാജാവിൻ്റെ അടുത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ഇടയൻ, ഇസ്രായേലിനെ മേയ്ക്കാനുള്ള ഇടയൻ ബെത്ലഹേമിൽ ജനിക്കുന്നു എന്ന് നമ്മൾ വായിക്കും. ഒന്നാമതായിട്ട് ബെത്ലഹേം എന്ന് പറയുമ്പോൾ ദാവീദിന്റെ പട്ടണമാണത്. അതുകൊണ്ട് അത് കിങ്ങിന്റെ പ്ലേസ് ആണെന്ന് പറയാം. റൂത്തിന്റെ, നമ്മൾ പിന്നെയും ബൈബിളിൽ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ റൂത്ത് ഈശോയുടെ ജീനിയോളജി നമ്മൾ വായിച്ചതാണ്. വിജാതീയ സ്ത്രീയാണ് ഈ റൂത്ത്. ഈശോയുടെ വംശാവലിയിൽ അപ്പിയർ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് റൂത്ത് എന്ന് പറയുന്നത്. അപ്പം അത്രയും പ്രോമിനൻസ് ഉള്ള റൂത്തിൻ്റെയും സ്ഥലം ബെത്ലഹേം ആയിരുന്നു. അപ്പം ഈ ബെത്ലഹേം വേറെ കാര്യങ്ങൾ കൊണ്ടൊന്നും അറിയപ്പെടേണ്ട ഒരു സ്ഥലമായിരുന്നില്ല. പക്ഷെ ഇവിടെയാണ് നിന്റെ രക്ഷകൻ രാജാവ് ജനിക്കുന്നതെന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ദാവീദിന്റെ ഒരു കാര്യം നമുക്ക് നോക്കാം. ദാവീദ് ഒരു ഇടയനായിരുന്നു, അല്ലെങ്കിൽ ദാവീദിന്റെ ഫാമിലിയിൽ അധികം സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത ഏറ്റവും ഇളയ ഒരു കൊച്ചു. അവൻ ആടിനെയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുന്നു. വി ഡോണ്ട് കെയർ മച്ച് അബൌട്ട് ഇറ്റ്. രാജാവാകാനായിട്ട് ആരാണ് യോഗ്യൻ എന്ന് പറയുമ്പോൾ ജെസ്സി, ദാവീദിന്റെ അപ്പൻ, എൻ്റെ ഈ മകൻ കൊള്ളാമെന്ന് പറഞ്ഞു, ഇവൻ കിങ് ആകാൻ കൊള്ളാമെന്ന് പറഞ്ഞ് ദാവീദിനെ പറ്റി പറയാൻ റെഫർ പോലും ചെയ്യുന്നില്ല. അവൻ ഇവിടെ ഉണ്ട്, അവൻ ആടിനെയൊക്കെ മേച്ച് നടക്കുന്നു എന്നുള്ള രീതിയിലാണ് സ്വന്തം അപ്പൻ പോലും ദാവീദിനെ കണ്ടത്. പക്ഷെ ദൈവം ചൂസ് ചെയ്തത് ദാവീദിനാണ്. അപ്പൊ അവിടെയും ഒരു ആട്ടിടയൻ്റെ ഒരു മനോഭാവം, അപ്പോൾ ഒരു സോഫ്റ്റ് ഹാർട്ടഡായി, ടെൻഡർ ഹാർട്ടഡായിട്ട് ആടുകളെ മനസ്സിലാക്കുന്ന ഒരു ഇടയൻ. അങ്ങനെയാണ് നമ്മൾ ഈ ഇസ്രായേലിന്റെ രാജാവിനെ കാണുന്നത്. വളരെ കോൺട്രാസ്റ്റിംഗ് ആണത് ഇവിടെ ഇപ്പം രാജാവായിട്ടിരിക്കുന്ന ഹെറോദസുമായിട്ട് നോക്കുമ്പോൾ. അങ്ങനെയുള്ള ഒരു ഇടയൻ, ഒരു രാജാവ് അവിടെ ജനിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഹെറോദസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ട സമയം സൂക്ഷ്മമായി അവരിൽ നിന്ന് അന്വേഷിച്ചറിഞ്ഞു. അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് അവനെ ആരാധിക്കുന്നതിന് എന്നെ അറിയിക്കുക. രാജാവിനെ കേട്ട ശേഷം അവർ പുറപ്പെട്ടു. അപ്പോൾ ഇവിടെ വളരെ ടാക്ട്ഫുള്ളി ഹെറോദസ് അവിടെ ഇടപെടുന്ന നമുക്ക് കാണാം. കണ്ണിങ് ആയിട്ടല്ലേ പറയുവാണ്, നിങ്ങൾ പോയി ബെത്ലഹേമിലാണ്, നിങ്ങൾ പോയി കാണുക. എന്നിട്ട് പറയുകയാണ് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത് ചോദിക്കുവാണ്, എപ്പോഴാണ് നിങ്ങൾ ഈ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതെന്നൊക്കെ ചോദിക്കുന്നു.
എന്നിട്ട് അതായത് ഏകദേശം ഒരു ഏജ് ഗ്രൂപ്പും അല്ലെങ്കിൽ ഏതൊരു ടൈമിലായിരിക്കാം ആ കൊച്ചു ജനിച്ചിട്ടുള്ളതെന്നൊക്കെ ഒരു കാൽക്കുലേഷൻ അവരിലൂടെ ആ കോൺവെർസേഷനിലൂടെ ബിൽഡ് ചെയ്യാനായിട്ട് ഹെറോദ് ശ്രമിക്കണം. അതേസമയം തന്നെ പറയുവാണ്, നിങ്ങൾ പോയി ആരാധിച്ചിട്ട് തിരിച്ചു വന്ന് എന്നോട് പറയണം, സോ ദാറ്റ് എനിക്കും പോയി ആരാധിക്കണം. ബട്ട് ദാറ്റ് വാസ് നോട്ട് ദ ഇന്റൻഷൻ ഹി ഹാഡ് ഇൻ ഹിസ് മൈൻഡ്. ഇവർ ആരാധിക്കാനായിട്ടാണ് പോകുന്നതെങ്കിൽ ഞാനും ആരാധിക്കുന്നതിനെ എന്നെ അറിയിക്കുക എന്ന് പറയുമ്പോൾ അയാളുടെ ഇന്റൻഷൻ അതേ അല്ലല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരാധിക്കാനായിട്ടാണ് ഈ രാജാക്കന്മാർ പോകുന്നത് എന്ന് അവിടെ വ്യക്തമാക്കുവാണ്. ശരിക്കും ഒരു കിങ്ങിനെ മാത്രമാണെങ്കിൽ ആരാധിക്കാൻ പോകേണ്ട കാര്യമില്ല, അല്ല, കിങ്ങിനെ ഓണർ ചെയ്യാൻ പോകണം, ബഹുമാനിക്കാൻ പോകണം, ദൈവത്തെയാണ് ആരാധിക്കാൻ പോകേണ്ടത്. അപ്പൊ ഇവിടെ ആദ്യമേ രക്ഷകൻ എവിടെയാണ് ജനിച്ചിരിക്കുന്നതെന്ന് അന്വേഷിക്കുന്നു. ഹെറോദസും അവിടെയുള്ള കൊട്ടാരത്തിലുള്ള നിയമജ്ഞരൊക്കെ കൂടെ അന്വേഷിക്കുന്നത് രക്ഷകനാണ് അന്വേഷിക്കുന്നത്. പിന്നെ ഈ വന്നേക്കുന്ന ജ്ഞാനികളെ അയക്കുമ്പോൾ, ബത്ലഹേമിലേക്ക് അയക്കുമ്പോൾ, നിങ്ങൾ പോയി ആരാധിച്ചിട്ട് എനിക്കും ആരാധിക്കാൻ വേണ്ടി എന്നാ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രക്ഷകൻ, ദൈവം, കിങ്, ഇതെല്ലാം മിക്സായിട്ട് തന്നെയാണ് ഇവിടെ മാത്യു അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം യേശുവിൽ നിന്ന് ഇതൊന്നും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ യഹൂദരുടെ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഒന്നിച്ച് ഒരു മെസ്സയാനിക് ഫിഗർ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ഫിഗർ മാത്രമായിട്ടും കരുതാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, ജോസഫിനോടും പറയുമ്പോൾ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോൾ ഇതെല്ലാം അവിടെ ശരിക്കും പറഞ്ഞാൽ ഇൻബിൽട്ട് ആണ്. ജീസസ് എന്ന പേഴ്സണിനകത്ത് ഓൾറെഡി ഇതെല്ലാം ഇൻബിൽട്ട് ആണ്. ആരാധന ഡിസേർവ് ചെയ്യുന്ന ഒരു രാജാവ്, ഇടയനായിട്ടുള്ളൊരു രാജാവ്, രക്ഷകനായിട്ടുള്ളൊരു രാജാവ്, ഇതെല്ലാം അവിടെ തന്നെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ള ഇൻ്റർപ്രിട്ടേഷൻസിൽ വന്നൊരു കാര്യം അല്ല അത്. ഫ്രം ദ ബിഗിനിങ് ഗോസ്പൽ അങ്ങനെ തന്നെയാണ് നറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹെറോദസ് പോലും അങ്ങനെ തന്നെയാണ് സെൻസ് ചെയ്യുന്നത്, എനിക്കും അവനെ ആരാധിക്കണം, സോ കം ബാക്ക് ആൻഡ് ലെറ്റ് മീ നോ നിങ്ങൾ എവിടെയാണ് അവനെ കണ്ടെത്തുന്നതെന്ന് പറയുക. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എന്തിനാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്? പല ആൾക്കാർക്കും പല ഇൻറ്റൻഷൻസും മനസ്സിനകത്ത് കാണാം. ഫോർ എക്സാമ്പിൾ, ചില ആൾക്കാർ ദൈവത്തെ അന്വേഷിക്കുന്നത് ലൈഫിലെ ദുഃഖങ്ങൾക്ക് ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടായിരിക്കാം, പ്രതിസന്ധികൾക്കൊരു ഉത്തരത്തിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ ജോലി കിട്ടാനായിരിക്കാം, മക്കളുടെ മാരേജ് നടക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയ കുടുംബത്തിലുള്ള വ്യക്തികൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറിൻ്റെ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ആയിരിക്കാം, ചിലപ്പോൾ രോഗത്തു നിന്നുള്ള സൗഖ്യമായിരിക്കാം. ദർ കുഡ് ബി മെനി റീസൺസ് ദാറ്റ് ബ്രിങ് പീപ്പിൾ ടു ഗാഡ്, അല്ലേ? അപ്പോൾ ഈ ഒരു സമയം പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, നമ്മളൊക്കെ എന്തിനാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്? വാട്ട് ഈസ് യുവർ ആക്ച്വൽ മോട്ടീവ് ബിഹൈൻഡ് അവർ സെർച്ച് ഫോർ ഗാഡ്? ഈ ജ്ഞാനികൾ കർത്താവിനെ ആരാധിക്കാനായിട്ട് തങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും, കംഫർട്ടും, തങ്ങളെ ബഹുമാനിക്കുന്ന ചുറ്റുപാടുമുണ്ടായിരുന്ന വ്യക്തികളെയും എല്ലാം ഉപേക്ഷിച്ച് അവരുടെ സെക്യൂരിറ്റി, അവരുടെ ഫ്യൂച്ചറിൽ പല കാര്യങ്ങളും വേണ്ടെന്ന് വച്ചിട്ട് ഇങ്ങനെ ഒരു യാത്ര അണ്ടർടേക്ക് ചെയ്യുമ്പോൾ അവരുടെ ഇൻറ്റൻഷൻ ഒന്ന് മാത്രമാണ്, ഈ ശിശുവിനെ കാണുക, അങ്ങോട്ട് കുറച്ച് ഓഫറിങ്സ് കൊടുക്കുക, അവനെ ആരാധിക്കുക എന്നുള്ളത്. ദൈവത്തിന് വേണ്ടി മാത്രം തേടുന്നതും ദൈവത്തെ നമ്മുടെ കുറച്ച് കാര്യങ്ങളുടെ ഉത്തരങ്ങൾക്ക് വേണ്ടി തേടുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു അനുകരണം എന്ന് പറഞ്ഞ് തോമസ് എ കെമ്പിസിൻ്റെ ബൈബിൾ കഴിഞ്ഞ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്രിസ്ത്യൻ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ആണ്, ക്രിസ്തു അനുകരണം. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ വായിക്കും, അവിടെ തോമസ് കെമ്പിസ് വളരെ വളരെ എന്താ പറയാൻ അസേർട്ടീവായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തെ നമ്മൾ അന്വേഷിക്കേണ്ടത് ദൈവത്തെ പ്രതി തന്നെയാണ്. നമ്മുടെ ഒരു പേഴ്സണൽ കംഫർട്ടിന് വേണ്ടിയിട്ടോ, കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ചില സമാശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ടോ, ചില ആത്മീയ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല ദൈവത്തെ പ്രതി അന്വേഷിക്കണം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ജ്ഞാനികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വളരെ വലിയൊരു ലെസണും അത് തന്നെയാണ്. കർത്താവിനെ അന്വേഷിക്കേണ്ടത് കർത്താവായതുകൊണ്ടാണ്. നമ്മുടെ അന്വേഷണവും നമ്മുടെ സ്നേഹവും നമ്മുടെ ഫോക്കസും നമ്മുടെ അറ്റൻഷനും എല്ലാം ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ഡിസേർവ് ചെയ്യുന്നത് നമ്മുടെ ദൈവം തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം നമ്മൾ കർത്താവിനെ അന്വേഷിക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ കാരണം നമ്മൾ കർത്താവിനെ അന്വേഷിച്ച് തുടങ്ങിയാലും അവസാനം എൻഡ് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ കിട്ടുമ്പോൾ ഓക്കെ കർത്താവിന് ഗുഡ് ബൈ എന്ന് പറഞ്ഞ് പോകാനല്ല. ആ കാര്യങ്ങൾ കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ തേടും, ഞാൻ എൻ്റെ ദൈവത്തെ സ്വന്തമാക്കി അവിടത്തോടൊപ്പം ജീവിക്കും. അങ്ങനെയുള്ളൊരു മനോഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അതിന് ഈ വചനഭാഗം നമ്മളെ സഹായിക്കട്ടെ. ഓക്കെ, നമുക്ക് വായിക്കുന്ന കണ്ടിന്യൂ ചെയ്യാം.
രാജാവിനെ കേട്ട ശേഷം അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് നിൽക്കുന്നതുവരെ അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അപ്പോൾ അത്രയും നേരം അവര് ഈ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ടിട്ടാണ് ഈ ജ്ഞാനികൾ ഈ ഒരു യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. അവർക്കൊരു ഹോപ്പ് മാത്രമേ ഉള്ളൂ. ഈ നക്ഷത്രം പറയുന്നത്, തങ്ങളുടെ ഉള്ളിലുള്ള ആ കർത്താവിന്റെ ചൈതന്യം പറയുന്നത്, തങ്ങൾ നാച്ചുറലി നേടിയെടുത്ത അറിവുകളിൽ നിന്ന് കിട്ടിയ ജ്ഞാനം, ഇതെല്ലാം കൊണ്ട് അവർ അന്വേഷിച്ച് വന്നത്. പിന്നെ അവര് ചിലപ്പോൾ ഒരു പക്ഷേ അവര് കൊട്ടാരത്തിലേക്ക് പോയത് മാനുഷികമായിട്ടൊരു ചിന്ത ബേസ്ഡ് ആയിട്ടായിരിക്കാം. അതായത് സൂപ്പർ നാച്ചുറൽ കിട്ടിയ അറിവിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടുതലായിട്ട് ഒരു മാനസികമായ വിവേകം അവർ ഉപയോഗിച്ചു കാണും. ഇത് കിങ് ഓഫ് ജ്യൂസ് ആണല്ലോ, യഹൂദയുടെ രാജാവാണല്ലോ, അങ്ങനെ കൊട്ടാരത്തിൽ തന്നെ അല്ലേ കാണേണ്ടതെന്ന് ചിന്തിച്ച് കാണും. ഒരുപക്ഷെ ഈ സ്റ്റാറിനെ അവർ ഒരു നിമിഷത്തേക്ക് അവഗണിച്ചിട്ടായിരിക്കാം ഈ കൊട്ടാരത്തിൽ പോയി അന്വേഷിച്ചത്. മാനുഷികത ഒരു നിമിഷം അവരെ ഒന്ന് സ്വാധീനിച്ചതായിരിക്കാം. ദൈവികതയെക്കാളും മാനുഷികത സ്വാധീനിച്ചപ്പോഴായിരിക്കാം ഒരുപക്ഷെ അവര് കൊട്ടാരത്തിൽ പോയി അന്വേഷിക്കാനിടയായത്. എന്താണേലും അവർ തിരിച്ചു വന്നു, കൊട്ടാരത്തിന് പുറത്തിറങ്ങി തിരിച്ചു വരുമ്പോൾ അവർ വീണ്ടും ആ സ്റ്റാറിനെ കാണുന്നു. ഇതൊരു വളരെ എന്താ പറയാ, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് ആണ്. നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്കും മറ്റുള്ളവർക്കും അപകടം ഉണ്ടാക്കും. നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് ഞാൻ തന്നെ ചെയ്ത് കളയാന്ന് ചില കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ, കർത്താവിൽ ആശ്രയിക്കാതെ ഒരു ഡിപ്പെൻഡിങ് ഓൺ ദ ലോഡ് അല്ലെങ്കിൽ ട്രസ്റ്റിംഗ് ഓൺ ദ ലോഡ് അത്രയ്ക്കൊന്നും ചെയ്യാതെ നമ്മുടെ തന്നെ കഴിവിലും അറിവിലും ചിലപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മുടെ ലൈഫിനകത്ത് ഡിഫിക്കൽട്ടി വരാം. കാരണം വഴിതെറ്റിപ്പോയി എന്ന് മാത്രമല്ല, അനേകർക്ക്, മറ്റുള്ളവർക്ക്, നമ്മളെ താങ്ങി നിർത്തുന്നവർക്ക്, നമ്മളെ എൻക്ലോസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് കാണുമല്ലോ അല്ലേ. നമ്മുടെ പ്രിയപ്പെട്ടവർ കാണും, നമ്മൾ അറിയാവുന്നവർ കാണും, നമ്മൾ അധികാരത്തിലുള്ള ആളാണ്, നമ്മുടെ താഴെയുള്ളവർ കാണും, നമ്മുടെ മേളിലുള്ളവർ കാണും. അപ്പോൾ ഇവരെയൊക്കെ പലതിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു കണ്ണി മാത്രമാണ് ഒരു ഹ്യൂമൻ ബീങ് എന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരും. അപ്പം നമ്മുടെ ബുദ്ധിയെ കർത്താവിൻ്റെ ഹിതത്തിനേക്കാളും അല്ലെങ്കിൽ കർത്താവ് തരുന്ന ജ്ഞാനത്തിനേക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലൈഫിൻ്റെ ഡിഫിക്കൽട്ടിയിലേക്ക് നമ്മളും അവരുമൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരാം. എന്താണേലും ആ ഒരു ഫേസ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ആത്മീയമായിട്ടൊരു സന്തോഷം അവിടെ നഷ്ടപ്പെടും. എപ്പോഴാണോ കർത്താവിൻ്റെ പ്രോംപ്റ്റിങ്സിനെ, ആ ഹോളി സ്പിരിറ്റിൻ്റെ നഡ്ജസിനെ മൈൻഡ് ചെയ്യാതെ നമ്മൾ നമ്മുടെ ചില ബുദ്ധികൾക്ക്, നമ്മുടെ ചില അറിവുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, അത് നാച്ചുറൽ നോളജ് ആണല്ലോ അല്ലേ. ഒരു രാജാവ് ജനിക്കുന്ന കൊട്ടാരത്തിലല്ലേ, ഒരു നാച്ചുറൽ നോളജ്, അതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട ഒരു കാര്യം, നമ്മൾ കർത്താവിൻ്റെ ആ ഒരു ട്രാക്കിലല്ല എന്ന് അറിയാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്, നമ്മുടെ സന്തോഷം, സമാധാനം നഷ്ടപ്പെടും. ഇവിടെ സന്തോഷം സമാധാനം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഇവിടെ കാണിക്കുന്നില്ല. കൊട്ടാരത്തിൽ പോയപ്പോൾ സന്തോഷം നഷ്ടപ്പെട്ട് നമ്മൾ വായിക്കുന്നില്ല. പക്ഷെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നടക്കുമ്പോൾ സ്റ്റാറിനെ കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അതിൻ്റെ അർത്ഥം സന്തോഷക്കുറവിൽ നിന്ന് അവർ സന്തോഷത്തിലേക്ക് കയറിയിരിക്കുന്നു അല്ലേ, അത്യധികം സന്തോഷിച്ചു. അപ്പോൾ ആ ഒരു ആനന്ദം, അതായത് കറക്റ്റ് വഴിയിൽ അവർ വന്നു, കറക്റ്റ് വഴിയിലാണ് എന്ന് എൻഷുർ ചെയ്യുന്നത് ഈ ഒരു ആനന്ദമാണ്. ഈ ഒരു ആനന്ദം പരിശുദ്ധാത്മാവിനെ കേൾക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ വഴി കൂടെ നടക്കുമ്പോൾ, അത് എത്ര കോൺട്രഡിക്ടറി ആണെങ്കിൽ, നമുക്ക് നമ്മുടെ നാച്ചുറൽ ബുദ്ധിക്ക് എത്ര അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിലും കർത്താവ് ഒരു കാര്യം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അതിനോട് സഹകരിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ആനന്ദം നിറയുന്നത്. ഈ ആനന്ദം, ഒരു സമാധാനം, അതൊക്കെ എത്ര ഈ ഞെരുക്കമുള്ള വഴിയിലൂടെ നടക്കുക ഈശോ പറയുന്ന ആ വഴിയിലൂടെ നടക്കാനായിട്ട് നമുക്ക് കൂടുതൽ പ്രചോദനം നൽകും. അത് നമുക്കൊരു അടയാളമാണ്. യേശു തന്നെയാണോ, പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മൾ നയിക്കുന്നതിനുള്ള ഒരു അടയാളം എന്ന് പറയുന്നത് ഈ ഒരു ആനന്ദത്തിനോടൊപ്പം കിട്ടുന്ന സമാധാനവുമാണ് പ്രിയപ്പെട്ടവരെ. അതും കൂടെ നമുക്കിവിടെ ഈ ഒരു ജ്ഞാനികളുടെ, ഈ മജായുടെ യാത്രയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ കാണുന്നു 11-ാമത്തെ വചനം, അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അവൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ട് മുട്ടിന്മേൽ വീണ് ആരാധിക്കുകയും അവരുടെ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്ന്, മീറ, കുന്തിരിക്കം എന്നീ കാഴ്ചകൾ അവൻ അർപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അവൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ട് എന്ന് വായിക്കുന്നു. ഒന്നാമതായിട്ട് ഭവനത്തിൽ പ്രവേശിച്ചു. ഈശോ ജനിച്ച നമുക്കറിയാം ഒരു കാലിത്തൊഴുത്തിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ പക്ഷെ നമ്മൾ അതൊന്നും മാത്യു അത്രയും ഡീറ്റെയിൽ ആയിട്ട് അതൊന്നും പറയുന്നില്ല. നമ്മൾ പിന്നെ ലൂക്കിലോട്ടൊക്കെ പോകുമ്പോഴാണ് അതൊക്കെ കാണുന്നത്. എന്താണേലും അവര് കാലിത്തൊഴുത്തിൽ അല്ല
ഈ ജ്ഞാനികള് മാത്യുവിന്റെ വിവരണം അനുസരിച്ച് ജ്ഞാനികള് യേശുവിനെ കാണുന്നതും ശിശുവിനെ കാണുന്നതും ആരാധിക്കുന്നത് കാലിത്തൊഴുത്തിൽ ഒരു ഭവനത്തിലാണ്. അപ്പോൾ ശിശു ജനിച്ച കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ആണ് നമ്മുടെ സ്കോളേഴ്സൊക്കെ അതിനെപ്പറ്റി ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ശിശു ഒരു കാലിത്തൊഴുത്തിൽ ജനിക്കാനുള്ള റീസൺ അപ്പോൾ ഒരു ജനസംഖ്യ എടുക്കുമായിരുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാർ ബത്ലഹേം ദാവീദ് രാജാവിൻ്റെ പട്ടണം ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാർ അവിടെ വന്നു. അപ്പോൾ താമസിക്കാനായിട്ട് സത്രത്തിൽ ഇടം കിട്ടിയില്ല. അതുകൊണ്ടാണ് അവർ കാലിത്തൊഴുത്തിൽ ഈശോ ജനിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവുന്നത്. ഇതിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞു, ജനസംഖ്യയൊക്കെ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ അന്നുണ്ടായ തിരക്കൊക്കെ സിറ്റിയിൽ നിന്ന് പോയി. സ്ഥലമുണ്ട്, ഇപ്പൊ സത്രത്തിലും വീട്ടിലൊക്കെ സ്ഥലമുണ്ട്. എന്താണേലും അങ്ങനെ ഒരു ഭവനത്തിൽ ഇപ്പൊ അവർക്കൊരു ആശ്രയം കിട്ടിയിട്ടുണ്ട് നമുക്ക് കാണാം. അതുപോലെ മാതാവ് ഒത്തിരി നാള് അല്ലെങ്കിൽ ആഫ്റ്റർ ഗിവിങ് ബർത്ത് ഒരു വുമൺ ഒത്തിരി ഡിസ്കംഫർട്ടൊക്കെ ഉള്ളൊരു ടൈമാണ് അല്ലേ. എന്താണേലും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് തിരുക്കുടുംബം എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമ്മളിവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ശിശുവിനെ അവന്റെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ട് മുട്ടിന്മേൽ വീണ് ആരാധിച്ചു നമ്മൾ വായിക്കുന്നു. അപ്പൊ അവിടെ മാതാവിനെ പറ്റി അവിടെ ചേർത്ത് പറഞ്ഞേക്കുവാണ്. ശിശുവിനെ അവന്റെ അമ്മയോടൊപ്പം കണ്ടു എന്ന് അവർ തമ്മിൽ പിരിക്കാതെ പറഞ്ഞേക്കുവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാതാവിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി മുട്ടത്തോടാണ് കളയണം എന്നൊക്കെ പറയുന്ന പല ആർഗ്യുമെന്റ്സിന്റെ ഇടയ്ക്ക് ശിശുവിനെ അവന്റെ അമ്മയെ മറിയത്തോടൊപ്പം കണ്ട് മുട്ടിൽ വീണ് ആരാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ അമ്മയുടെ സിഗ്നിഫിക്കൻസ് എത്ര വലുതാണ്. അപ്പൊ അതോടൊപ്പം ഞാൻ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ ഇൻവൈറ്റ് ചെയ്യുന്നത്, സെയിന്റ് ജോസഫിനെ അവിടെ കാണാനില്ല. ജോസഫായിരുന്നു ഫസ്റ്റ് ചാപ്റ്റർ 1 ഒരു കീ പേഴ്സൺ ജോസഫാണ് അല്ലെ. ജോസഫിനോട് സ്വപ്നത്തിൽ സംസാരിക്കുന്നു. ഇനി നമ്മൾ കാണും, ജോസഫ് വരുന്ന ഭാഗങ്ങൾ കാണും. പക്ഷെ ഇവിടെ ഇപ്പൊ ഈ അവർ ആരാധിക്കുന്ന കോണ്ടെക്സ്റ്റിനകത്ത് ജോസഫിനെ പറയുന്നില്ല. അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം പ്രിയപ്പെട്ടവരെ. ജോസഫിന്റെ ഒരു നീഡ് ഏറ്റവും സുപ്രധാനമായിട്ടുണ്ടായിരുന്ന സമയം എന്ന് പറഞ്ഞാൽ ശിശുവിനെ പേരിടാനായിട്ട് ദൈവം അധികാരം കൊടുത്തത് ജോസഫിനാണ്. നീ അവനെ യേശു എന്ന് പേരിടണം. നമ്മൾ ചാപ്റ്റർ 1 വായിച്ചത് മാലാഖ പറയുവാണ്, യേശു എന്ന് പേരിടണം. ഒരാളെ പേരിടുക എന്ന് പറയുമ്പോൾ, ഒരാളെ നെയിം ചെയ്യുക എന്ന് പറയുമ്പോൾ അതോറിറ്റിയിലുള്ള അതായത് എൻ്റെ താഴെ ഉള്ള ഒരാളെ ഞാൻ നെയിം ചെയ്യുന്ന പോലെയാണ് ബിബ്ലിക്കലി അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ആഡത്തിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആഡത്തിന് ദൈവം ക്രിയേറ്റ് ചെയ്ത എല്ലാ ക്രീച്ചേഴ്സിനെയും ആദത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തുകയാണ്. എന്നിട്ട് ആദം അവരെ ഓരോ പേര് വിളിക്കുന്നു. അതാണ് അവരുടെ പേര്. അപ്പോൾ ആ നെയിമിങ് എന്നുള്ള പ്രോസസ്സ് ആദത്തിന്റെ കീഴിൽ അവരെയൊക്കെ സബ്ജുഗേറ്റ് ചെയ്ത് കൊടുത്തു. ആദത്തിനാണ് ഡൊമീനിയൻ. ആദമാണ് എല്ലാത്തിനെയും ഭരിക്കേണ്ടവൻ. അപ്പൊ ആദമാണ് അവരെ നെയിം ചെയ്യുന്നത്. അങ്ങനെയാണ് ആദം അവരുടെ ലോർഡായിട്ട് മാറുന്നത്. അപ്പൊ അതേപോലെ ഈ ഒരു അപ്പൻ, വളർത്തു പിതാവ്, അപ്പനെന്ന രീതിയിൽ ഒരു അപ്പന്റെ അധികാരത്തോടെ ഓണർഷിപ്പോടെ യേശുവിനെ വളർത്തിക്കൊണ്ട് വരേണ്ട ആളാണ് ജോസഫ്. അപ്പൻ എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ മേലിലുള്ള ആളാണ്, കുഞ്ഞിനെ വളർത്തേണ്ട ആളാണ്. അപ്പൊ ആ ഒരു അതോറിറ്റി ദൈവം ജോസഫിന് കൊടുക്കുന്നത് ഈ ഒരു വചനത്തിലൂടെയാണ്. നീ അവന് യേശു എന്ന് പേരിടണം. നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതേപോലെ ഒന്ന് മാറി നിൽക്കാനും മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാനും നമ്മുടെ ലീഡർഷിപ്പ് ഒന്ന് കുറഞ്ഞ് മറ്റുള്ളവരൊന്ന് വളരാൻ അങ്ങനെയൊക്കെ സാഹചര്യം വരുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കുന്നു, അങ്ങനെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം പ്രിയപ്പെട്ടവരെ. സെയിന്റ് ജോസഫ് നമുക്ക് നൽകുന്ന ഈ ഒരു ലെസൺ, സ്നാപകയോഹന്നാൻ ഈശോയെ പറ്റി പറയുന്നില്ലേ, അവൻ വളരുകയും ഞാൻ ചെറുതാവുകയും വേണം. സ്നാപകയോഹന്നാൻ ഒത്തിരി ആൾക്കാർ ഫാൻസ് ആയിട്ടുണ്ട് അല്ലേ, വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. അതിനിടയിൽ നിന്നിട്ട് യേശുവിന് പുറകെ കുറച്ച് ആൾക്കാർ പോകുന്നു എന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് അല്ല, ഒരു പരിഭവം സ്നാപകയോഹന്നാൻ ഡിസൈപ്പിൾസ് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അവൻ വളരുകയും ഞാൻ ചെറുതാവുകയും വേണം. അപ്പം അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഇവിടെ ജോസഫും കാണിക്കുന്നു. യേശുവാണ് ആരാധന അർഹിക്കുന്നവൻ, പരിശുദ്ധ അമ്മയാണ്, മറിയമാണ് അവൻ്റെ അമ്മ. ഐ എം എ ഫോസ്റ്റർ ഫാദർ, ലെറ്റ് മീ സ്റ്റാൻഡ് ബിഹൈൻഡ് എന്ന് ചിന്തിക്കാനുള്ളൊരു മനസ്സുണ്ടോ? അങ്ങനെ തന്നെയാണ് ഇവിടെ ജോസഫ് മാറിയത് നമുക്കറിയത്തില്ല, പക്ഷെ നമുക്ക് പഠിക്കാവുന്നൊരു ലെസൺ അതാണ് അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്ന ഇതാണ്, അവർ മുട്ടിന്മേൽ വീണ് ആരാധിച്ചു നമ്മൾ വായിക്കുന്നു. മുട്ടിന്മേൽ വീണ് ആരാധിക്കുന്നു. ഇന്ന് നമ്മൾ സഭയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വർഷിപ്പിൻ്റെ, വെനറേഷൻ്റെ ഏറ്റവും വലിയൊരു രീതിയാണ് മുട്ടുമേൽ വീണ് ആരാധിക്കുക. അപ്പോൾ ദൈവമായിട്ട് കണ്ടു, അതുകൊണ്ടാണ് മുട്ടുമേൽ ആരാധിക്കാൻ പറ്റിയത്. ഈ ജ്ഞാനികൾ കിഴക്ക് നിന്ന് ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. അവരുടെ മോട്ടീവ് തന്നെ, പലതന്നെ ഇൻറ്റൻഷൻ തന്നെ കർത്താവിനെ ആരാധിക്കുക എന്നുള്ളത് മാത്രമാണ്.
അങ്ങോട്ട് കൊടുക്കാൻ അവർ വന്നത്. പ്രധാനമായിട്ട് അവർ ആരാധന കൊടുക്കാൻ വന്നു. ആരാധന മെയിൻ കാര്യം. അവർ ഹെരോദിനോട് പറയുന്നത് ആരാധിക്കാൻ വരുന്നു. അവരുടെ വന്നിട്ട് കണ്ടപ്പോൾ മുട്ടിന്മേൽ വീണ് ആരാധിച്ചു. ആരാധിച്ചിട്ട് അവരുടെ നിക്ഷേപപാത്രം തുറന്ന് പൊന്ന് മീറ കുന്തിരിക്കം കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് അവരുടെ ഹൃദയത്തിനകത്തുള്ള ആരാധന അവർ കാണുന്ന ഈ കൊച്ചു ശിശുവിൽ അവർ കൊടുക്കുവാണ്. കുഞ്ഞായിട്ടിരിക്കുന്ന ശിശു, വളരെ വലിയ കിങ്ങിനെ കാണുന്നില്ല, വലിയ രാജാവിനെയോ വലിയ ദൈവത്തെയോ ഒന്നും അവർ കാണാനപ്പോൾ പറ്റുന്നില്ല. ഒരു കുഞ്ഞ്, ബലഹീനനായിട്ടുള്ളൊരു കുഞ്ഞ്, ആർക്കും അവനെ ഉപദ്രവിക്കാം അല്ല. ഒരു കുഞ്ഞ് എത്ര ടെൻഡറാണ്, എത്ര സബ്ജക്റ്റ് ടു എവ്രി വൺ ആണ് അല്ലേ. എല്ലാവരുടെയും കീഴിലാണ് കുഞ്ഞ്, ആർക്കും അവനെ എന്തും ചെയ്യാം, അത്ര വൾണറബിൾ ആണ്. അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ, ആ കുഞ്ഞിൽ ദൈവത്തെ കണ്ട്, ലിമിറ്റ്ലെസ് ഗാഡ്, ഒരു ലിമിറ്റും ഇല്ലാത്ത, ഒന്നിനും ഒതുക്കി വയ്ക്കാൻ പറ്റാത്ത, സർവശക്തനായ, ഓംനി പൊട്ടൻ്റ് ആയിട്ടുള്ള, ഓംനീഷ്യൻ്റായ, ഓംനി പ്രസൻ്റ് ആയ ദൈവത്തെ ഒരു കൊച്ചു ശിശുവിൽ കാണാനായിട്ടുള്ള വിജ്ഞാനം, അല്ലെങ്കിൽ ജ്ഞാനം കാണാനുള്ള ജ്ഞാനം അവർക്കുണ്ടായി. ആ ജ്ഞാനത്തിൽ അവർ മുട്ടുമേൽ വീണ് ആരാധിച്ചു തങ്ങളുടെ ദൈവത്തെ. ഫസ്റ്റ് അവർ കൊണ്ടുവന്നത്, അവരുടെ കാഴ്ച എന്ന് പറയുന്ന ഈ ആരാധനയാണ്. തങ്ങളുടെ ലൈഫിനേക്കാളും മേലിലുള്ള ഒരാളെ നമുക്ക് ആരാധിക്കാൻ പറ്റൂ. ഈക്വലായിട്ടുള്ള നമുക്ക് ആരാധിക്കാൻ പറ്റില്ല. ഈക്വലായിട്ടുള്ള നമുക്ക് ഫ്രണ്ട്ഷിപ്പ് പറ്റുള്ളൂ. നമ്മുടെ മേലിലുള്ള ആള്, നമുക്ക് മേളിൽ നമ്മൾ കാണുന്ന ആൾക്കാരെ നമ്മൾ ആരാധിക്കുക അല്ലേ. ചിലപ്പം സെലിബ്രിറ്റീസിനൊക്കെ ആരാധിക്കുന്നവർ കാണും, സൂപ്പർ സ്റ്റാറുകളെയൊക്കെ ആരാധിക്കുന്നവർ കാണും, ക്രിക്കറ്റ് സ്റ്റാറിനെയോ സ്പോർട്സ് സ്റ്റാർസിനെയൊക്കെ ആരാധിക്കുന്നവർ കാണും. കാരണം എന്താ, ഞങ്ങളെക്കാളും മേളില്ല, അതുകൊണ്ട് ഒരു ആരാധന അല്ലേ. ഇവര് തങ്ങളെക്കാളും വലിയവൻ, തങ്ങളെ തന്നെ മറന്നാലേ ആരാധിക്കാൻ പറ്റൂ. ഫസ്റ്റ് കാഴ്ച അതുകൊണ്ട് അവർ ദൈവത്തിന് കൊടുക്കുന്നത് സ്വയം വിസ്മരിച്ച് കൊണ്ടിട്ടുള്ള ഒരു സമർപ്പണമാണത്. ആ ആരാധന അവർ കൊടുത്തു. അതിൻ്റെ ഒരു പ്രത്യക്ഷപ്പെട്ട അടയാളമായിട്ടാണ് പൊന്നും മീറയും കുന്തിരിക്കവും കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കൊച്ചു കുഞ്ഞിനെ കാണാൻ വരുന്നവർ, അവർ ഡയപ്പർ കൊണ്ടുവന്നില്ല, ഫീഡിങ് ബോട്ടിൽ കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ ഒക്കെ ഒരു അമ്മയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ, ഈ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുടുപ്പുകളോ സോക്സോ അങ്ങനെ ഒന്നുമല്ല അവർ കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള സമ്മാനങ്ങളാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. തങ്ങളുടെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന, അത് നിക്ഷേപപാത്രം എന്ന് പറയുമ്പോൾ ഒത്തിരി നാള് വിലപിടിപ്പുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു ബോക്സ് ആയിരിക്കുമല്ലോ നിക്ഷേപപാത്രം അല്ലേ. വളരെ ചെറിഷ് ചെയ്യുന്ന, വളരെ വിലയുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന നിക്ഷേപപാത്രം, അതൊക്കെ തുറന്ന് അവർ കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ ഫീഡിങ് ബോട്ടിലും സോക്സും കുഞ്ഞുടുപ്പും ഒന്നുമല്ല. ഏറ്റവും വിലയുള്ള, അവർക്ക് കണ്ടെത്താൻ പറ്റിയ ഏറ്റവും വിലയുള്ള കാര്യങ്ങൾ, ഗോൾഡ്, പൊന്ന്, മീറ, കുന്തിരിക്കം. നമ്മൾ അതിനെപ്പറ്റി ഇന്റർപ്രിട്ടേഷൻസ് ഒത്തിരി കേട്ടിട്ടുണ്ടായിരിക്കും. പൊന്നെന്ന് പറയുന്നത് കിങ്സിന് കൊടുക്കുന്ന, രാജാക്കന്മാർക്കുള്ള സമ്മാനമായിട്ടാണ് പൊന്നിനെ നമ്മുടെ സ്കോളേഴ്സും തിയോളജിയൻസും ഇന്റർപ്രിറ്റ് ചെയ്യാറുള്ളത്. മീറ എന്ന് പറയുന്നത് അതൊരു ശരിക്കും പർട്ടിക്കുലർലി മീറ മരിച്ചവരെ അടക്കുമ്പോൾ അവരെ പൂശാനായിട്ട് ഉപയോഗിക്കാറുണ്ടെന്ന് നമ്മൾ വായിക്കും. അതുപോലെ ബിബ്ലിക്കിൽ നമ്മൾ കാണും, കുരിശ് കിടക്കുമ്പോൾ ഈശോയ്ക്ക് മീറ കലർത്തി വീഞ്ഞ് കൊടുക്കുന്നു. നമുക്ക് നർക്കോട്ടിക് ആയിട്ടുള്ള ഒരു എലിമെന്റ് മീറയ്ക്ക് ഉണ്ടെന്ന് കാണാം. ഒരു തരത്തിലുള്ള ഒരു പ്രിസർവേഷൻ പോലെ, അല്ലെങ്കിൽ ഒരു സുഗന്ധദ്രവ്യങ്ങളിൽ പൊതിഞ്ഞ് പണ്ട് ഇസ്രായേൽക്കാർക്ക് ജൂയിഷ് ട്രഡിഷനാണ് ഡെഡ് ബോഡീസിനെ അങ്ങനെ ലേപനം ചെയ്ത് അടക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെ ഉപയോഗിക്കുന്നതാണ് മീറ എന്ന് പറയുന്നത്. പിന്നെ കുന്തിരിക്കം ഇൻസെൻസ് ആണ്, അത് ദൈവത്തിനാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ ഇവർ കൊണ്ടുവരുന്ന ഈ 3 സമ്മാനങ്ങൾ, ഒന്ന് ദൈവത്തിന് കൊടുക്കുന്ന ഇൻസെൻസ്, ആരാധനയൊക്കെ പ്രതീകമായിട്ടുള്ള ഇൻസെൻസ്, രണ്ടാമത് രാജാവിന് കൊടുക്കുന്ന ഗോൾഡ്, പൊന്ന്, ഏറ്റവും വിലപിടിപ്പുള്ള മെറ്റൽ എന്ന് പറയുന്നത്, പ്രഷ്യസ് മെറ്റൽ എന്ന് പറയുന്നത്. പിന്നെ മീറ, അത് ശരിക്കും പറഞ്ഞാൽ ഈശോ രക്ഷകനാണ്, ഈശോ ബലിവസ്തുവാണ്, ഈശോ ബലിയാണ്, കുരിശിൽ ഈശോയുടെ ബലിയാണ്. അതിനെയൊക്കെ സിഗ്നിഫൈ ചെയ്യുന്ന സമ്മാനങ്ങളുമായിട്ടാണ് അവർ ഈ കുഞ്ഞു ശിശുവിനെ കാണാൻ വന്നിരിക്കുന്നത്. അത് അന്ന് ഉപയോഗിച്ച് തീർക്കാനുള്ള സമ്മാനങ്ങളല്ല, അവൻ്റെ ചരിത്രം തന്നെ പറയുന്ന, അവൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന സമ്മാനങ്ങളുമായിട്ടാണ് ഈ ജ്ഞാനികൾ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവരുടെ നിക്ഷേപപാത്രങ്ങളും അവരുടെ മനസ്സും അവരുടെ ജീവിതം മുഴുവനും അവരിത്രയും നാളും സൂക്ഷിച്ച വിലപിടിപ്പുള്ളതെല്ലാം ആ ശിശുവിന് അവർ കൊടുത്തു നമുക്ക് കാണാം. പക്ഷെ ഞാനിവിടെ വീണ്ടും നിങ്ങളുടെ ഒരു ഫോക്കൽ പോയിന്റായിട്ട് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ കൊണ്ടുവന്ന ജ്ഞാനികളെ നമുക്ക് കാണാനില്ല, അവരുടെ പേര് പറയുന്നില്ല, അവരുടെ നമ്പർ പറയുന്നില്ല. രാജാക്കന്മാരാണെന്നും
അവർ 3 പേരാണെന്നും ഒക്കെ പിന്നെയുള്ള ട്രഡിഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നതാണ്. അതിനുള്ള റീസൺ ഒന്നാമതായിട്ട് ഐസായയുടെ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ അധ്യായത്തിനകത്തും അതുപോലെ സങ്കീർത്തനങ്ങൾ 72-ാം സങ്കീർത്തനം, ഇത് രണ്ടിനകത്തും രാജാക്കന്മാർ വന്ന് കർത്താവിനെ ആരാധിക്കുന്നതായിട്ടുള്ള കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതുപോലെ ഷേബായിലുള്ള ഗോൾഡ് കൊണ്ടുവരുന്നതായിട്ട്, ഇതെല്ലാം ദൈവത്തെ ആരാധിക്കാനായിട്ട് ജനതകൾ വന്ന് കാഴ്ച അർപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള റെഫറൻസ് ഉണ്ട്. ആ റെഫറൻസ് എന്നൊക്കെയാണ് ഇവർ രാജാക്കന്മാരായിരിക്കാം എന്നുള്ള ഒരു ലേറ്റർ തിയോളജിയിൽ വരുന്ന ഒരു ഡെവലപ്മെന്റ്. ഓക്കെ, പിന്നെ 3 പേരെന്ന് പറയാൻ റീസൺ പൊന്നും മീറ കുന്തിരിക്കും. അപ്പം 3 കാര്യം, അങ്ങനെയാണ് 3 വ്യക്തികളെന്ന് പറയുന്നത്. അല്ലാതെ ബൈബിളിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം കാണുന്നില്ല. രാജാവെന്നും പറയുന്നില്ല, 3 പേരെന്നും പറയുന്നില്ല. ഇതെല്ലാം പിന്നെ ഡെവലപ്പ് ചെയ്ത് വന്ന കാര്യമാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ വ്യക്തികളുടെ പേര് ഇവിടെ പറയുന്നില്ല, നമ്പർ പോലും പറയുന്നില്ല. അവർ കൊണ്ടുവന്ന കാഴ്ചയുടെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ലൈഫിനകത്ത് നമ്മളാണോ, നമ്മൾ കൊടുക്കുന്ന കാഴ്ചകളാണോ കൂടുതൽ നിലനിൽക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റാണോ, നമ്മളാണോ കൂടുതൽ അവരെ ഓർത്തിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? നമ്മൾ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർ നമ്മളെ ഓർക്കണം എന്ന് വെച്ചായിരിക്കും ചിലപ്പോൾ നമ്മൾ കൊടുക്കുക. നമ്മൾ കൊടുത്ത ഗിഫ്റ്റിനേക്കാളും എന്നെ നിങ്ങൾ അറിയണം, ഞാനാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നത്. അപ്പോൾ ഗിവറിന് വിലയില്ലാതെ ഗിഫ്റ്റിന് മാത്രം വില ഉണ്ട്. അതിനുള്ള റീസൺ അവർ തങ്ങളെ തന്നെ അത്രയ്ക്ക് ശൂന്യരാക്കി ഉള്ളൊരു ആരാധനയാണ് അവർക്ക്. അവരുടെ ഗിഫ്റ്റിന് അവരെക്കാളും നിലനിൽപ്പുണ്ടായിരുന്നു മനുഷ്യരുടെ ഓർമ്മയിൽ. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്. ഈ ജ്ഞാനികളുടെ ഈ ഒരു വരവിൽ ഒത്തിരി രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. തങ്ങളെ തന്നെ ശൂന്യവത്കരിച്ചുകൊണ്ട്, ശരിക്കും ലേറ്റർ ഓൺ ഈശോ പറയും, തന്നെ തന്നെ ഡിനൗൺസ് ചെയ്ത് ക്രോസും എടുത്ത് തന്നെ അനുഗമിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ അവർ ഈ യാത്ര അണ്ടർടേക്ക് ചെയ്തപ്പോൾ അവരുടേതായ പലതും മറന്നു. അവരെ പറ്റിയുള്ള ചില മെമ്മറീസ് നിലനിർത്താം. ഓക്കെ, ഞാൻ ആഫ്രിക്കയിൽ നിന്ന് വന്ന ആളാണ്, ഇന്ന ട്രൈബിൻ്റെ കിങ് ആണ്, ഇതാണ് എൻ്റെ പേര്. അങ്ങനെയല്ല അവർ ചെയ്തത്. അവർ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് അവർക്ക് വേണ്ടി നിലകൊണ്ടത്. നമ്മുടെ ദൈവത്തിനടുത്ത് വരുമ്പോൾ എത്ര ആരാധനയോടെ, എത്ര മുട്ടുമടക്കി, എത്ര സ്വയം ശൂന്യമാക്കി നമ്മൾ വരും നമുക്ക് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവർ. അതുപോലെ നമ്മൾ ആ ആരാധനയുടെ ഒരു പ്രത്യക്ഷപ്പെട്ട ഒരു ഭാവമാണ് നമ്മുടെ ഗിഫ്റ്റ്, നമ്മുടെ കാഴ്ചകൾ. എന്ത് കാഴ്ചകൾ നമ്മൾ നമ്മുടെ ദൈവത്തിന് കൊടുക്കുന്നു, നമ്മളെക്കാളും വലിയതായിട്ട് നമുക്ക് എന്ത് ദൈവത്തിന് കൊടുക്കാനുണ്ട്. ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നമ്മളെക്കാളും പ്രാധാന്യം കൊടുക്കുന്ന ചില വ്യക്തികളോ ചില കാര്യങ്ങളോ നമ്മുടെ ലൈഫിൽ വളരെ സിഗ്നിഫിക്കൻ്റായിട്ട് നമ്മൾ കാണുന്ന ചില കാര്യങ്ങളായിരിക്കാം കർത്താൻ നമ്മൾ കാഴ്ച കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ഈ ഒരു വചനത്തിൻ്റെ ഒരു വിചിന്തനം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് I want to invite you all to enter into a space of self-surrender. എന്താണ് ഇന്ന് എൻ്റെ ഈശോയ്ക്ക് എനിക്ക് കൊടുക്കാനുള്ള കാഴ്ച? അതിനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ലൈഫിൽ ഏത് മേഖലയാണ് ഇന്ന് കർത്താവിന് നമുക്ക് വിട്ടുകൊടുക്കാനായിട്ടുള്ളതെന്ന് ചിന്തിക്കാം. എത്ര വലിയ ആരാധനയോടെയാണ് ആ ഒരു സമർപ്പണം നടത്താനായിട്ട് ഞാനിന്ന് വില്ലിങ് ആയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഈശോയെ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വയം ശൂന്യമാക്കിക്കൊണ്ട് അങ്ങേ ആരാധിക്കാൻ, അങ്ങേ അന്വേഷിക്കാൻ, അങ്ങ് തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, അങ്ങേ പ്രതി അങ്ങേ അന്വേഷിക്കാനും അങ്ങേ കണ്ടെത്താനും, ഞങ്ങൾ ഇതുവരെ നേടിയെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കാനും ഉള്ളൊരു കൃപ ഇപ്പം ഞങ്ങൾ അങ്ങിൽ നിന്ന് വാങ്ങുന്നു. ഈശോയെ, ഞങ്ങളുടെ ലൈഫാകുന്ന സാക്രിഫൈസസ്, ഞങ്ങളുടെ ലൈഫാകുന്ന പൊന്ന് മീറ കുന്തിരിക്കും അങ്ങയുടെ മുമ്പിൽ ഞങ്ങളിത് കാഴ്ചവെക്കുന്നു. ഈശോയെ, ബിക്കോസ് അവർ ലൈഫ്സ്, കണ്ണുനീരുണ്ട് ഞങ്ങളുടെ ലൈഫിൽ, സഫറിങ്സ് ഉണ്ട് ഞങ്ങളുടെ ലൈഫിൽ, പ്രതിസന്ധികളുണ്ട് ഞങ്ങളുടെ ലൈഫിൽ. ഞങ്ങളുടെ പൊന്നും മീറയും കുന്തിരിക്കും ഒക്കെ പലപ്പോഴും ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ കണ്ണുനീരും ഞങ്ങളുടെ പാപങ്ങളും ഒക്കെ ആയിരിക്കും ഈശോയെ. പക്ഷേ അതിനൊക്കെ ഈ സ്വർണത്തിൻ്റെ, ഈ പൊന്നിൻ്റെ, ഈ മീറയുടെ, ഈ കുന്തിരിക്കത്തിൻ്റെ ഒക്കെ വിലയിടുന്നത് അങ്ങ് തന്നെയാണല്ലോ കർത്താവേ. കാരണം അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കാനാണ്. ഞങ്ങളുടെ ലൈഫിലെല്ലാ പ്രതിസന്ധികളും, ഉത്തരം കിട്ടാത്ത
വിഷമങ്ങളെല്ലാം ഈ നിമിഷം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരുമ്പോൾ ഈശോയെ അതിനെല്ലാം ഏറ്റെടുക്കണമേ. അതിനുള്ള ആൻസേഴ്സ് അങ്ങ് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ 2 പേർ ഒരുമിച്ച് എന്ത് ചോദിച്ചാലും അങ്ങ് നൽകുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഈ വചനം ഷെയർ ചെയ്യുന്ന ഞാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും ലോകത്തിൻ്റെ എവിടെ ഉള്ളവരാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഈ ഒരു പ്രാർത്ഥന അങ്ങയുടെ മുമ്പിൽ വയ്ക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സമർപ്പണം ഇതാണ്, ഞങ്ങളുടെ ആരാധന ഇതാണ്. അത് ഞങ്ങളുടെ ഈ ലൈഫ് തന്നെയാണ്. ഈ ലൈഫിനകത്തുള്ള ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളുമാണ്. പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എല്ലാ വസ്തുതകളും ഇപ്പോൾ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ഈ സമർപ്പണത്തെ സ്വീകരിക്കണമേ. അങ്ങയെ കണ്ടെത്താൻ, അങ്ങയെ സ്വന്തമാക്കി തിരിച്ചു പോകാൻ, വന്ന വഴിയല്ലാതെ പുതിയൊരു വഴി കൂടെ തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് ഇടതരണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, ഇവിടെ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 12-ാമത്തെ വചനത്തെ ഞങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹെരോദസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് തിരിച്ചുപോയി. കർത്താവെ, അങ്ങേ കാണുന്നവർ പിന്നെ വന്ന വഴിയെ അവർക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. കർത്താവ്, ഞങ്ങളിപ്പോൾ അങ്ങയുടെ മുമ്പിൽ ഞങ്ങളുടെ ലൈഫ്സിന് സറണ്ടർ ചെയ്യുമ്പോൾ പഴയ ലൈഫ് അല്ലാത്ത ഒരു പുതിയ ലൈഫ്, പഴയ ലൈഫിൽ നിന്ന് മാറി ഒരു പുതിയൊരു ലൈഫ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോകൃപ, പുതിയ ലൈഫിൻ്റെ കൃപ എല്ലാം സമർപ്പിച്ച് അങ്ങേ കണ്ട് അങ്ങേ സ്വന്തമാക്കി ഞങ്ങളുടെ ലൈഫിൽ അങ്ങേ കൊണ്ടുപോകുന്ന ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞ് ഞങ്ങളിൽ വസിക്കുന്ന ആ ഈശോ സ്വന്തമാക്കിയൊരു ജീവിതം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ശിശുവിനെ അവൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം ആരാധിച്ച അനേകം വ്യക്തികളോടൊപ്പം ഞങ്ങളും ചേരുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ സഹായവും അമ്മയുടെ ഇൻ്റർസെഷനും ഞങ്ങൾ യാചിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒത്തിരി താങ്ക്സ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തതിന്, വചനം വായിക്കാനായിട്ട്. നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയണം. ശരിക്കും ഒത്തിരി പേര് എന്നോട് പറഞ്ഞായിരുന്നു കുറച്ചുകൂടെ മൈന്യൂട്ടായിട്ട് വചനം നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണോ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഷോർട്ടാക്കി എളുപ്പത്തിൽ പറഞ്ഞു പോകണോ, നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ ഡൗട്ട്സ്, എസ്പെഷ്യലി എന്തെങ്കിലും ഇതിനകത്തുള്ള ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ എല്ലാം നിങ്ങൾ കമൻസിലിടുക, അല്ലെങ്കിൽ ലൂമിനസ് സ്റ്റഡിക്ക് മെയിൽ അയക്കുകയോ ചെയ്യുക. അത് ഡെഫിനറ്റ്ലി അടുത്ത എപ്പിസോഡിൽ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. അടുത്തൊരു എപ്പിസോഡിൽ ഒരുമിച്ച് വീണ്ടും കാണാം. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.